ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വിക്രമിൻ്റെയും വേദയുടെയും പുതിയ വിശേഷത്തിലോട്ട് പോയാലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പവിത്രം സീരിയലിൻ്റെ ഇപ്പോൾ ഒരു പ്രൊമോ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടോ അല്ലേ, 1-2 ദിവസമായിട്ട് നമ്മുടെ വേദ നമ്മുടെ വിക്രമിൻ്റെ പഴയകാല അച്ഛൻ്റെയും വിക്രമിൻ്റെയും പഴയകാല ജീവിത ചരിത്രങ്ങളൊക്കെ നമ്മുടെ ശ്രീജയുടെ വായിൽ നിന്നും ഓരോന്നോരോന്നായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ അവസാനമായിട്ട് ശ്രീജ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്, അങ്ങനെ മാഷ ആ രാത്രി അത്താഴം കഴിക്കാണ്ട് അവിടെ നിന്ന് വഴക്കിട്ട് പോവുകയും ഫോൺ എടുക്കാണ്ട് പോവുകയും തിരിച്ചു വന്ന വിക്രമിനോട്, വായനശാലയിൽ പോയിക്കായിരുന്നു വിക്രം. ആ തിരിച്ചു വന്ന വിക്രമിനോട് നമ്മുടെ കമല പറഞ്ഞു, നീ എന്തൊക്കെയാണെങ്കിലും നീ വിക്രമെ ഒന്നോർത്തോ, ആ മനുഷ്യൻ്റെ മനസ്സ് വേദനിപ്പിച്ചാൽ നീ ഒരു കാലത്തും ഗതി പിടിക്കില്ല എന്ന് തന്നെ കരഞ്ഞുകൊണ്ട് നമ്മുടെ കമല പറഞ്ഞു. അത് മാത്രമല്ല, അന്ന് കോളേജിൽ രാവിലെ ഉണ്ടാക്കിയ ആ വീഡിയോ ക്ലിപ്പ് അച്ഛൻ്റെ ഫോണിൽ വന്നത് വിക്രമിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. വിക്രം സത്യം പറഞ്ഞാൽ കടലിൻ്റെ നമ്മുടെ എന്താ പറയണ കരയുടെയും കടലിൻ്റെയും നടുക്കെന്ന് പറയണ ഒരവസ്ഥയാണ്. എന്ന് വെച്ചാൽ അങ്ങോട്ടൊന്നുമില്ല ഇങ്ങോട്ടൊന്നുമില്ല എന്നുള്ള ഒരു അവസ്ഥയിലായിപ്പോയി. ഒരു നല്ല കാര്യം ചെയ്യാൻ പോയതാണ് വിക്രമിൻ്റെ ജീവിതം തന്നെ മാറ്റി എഴുതപ്പെട്ടത്. അങ്ങനെ വിക്രം അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ രാത്രിയായി, എല്ലാവരും കിടന്നു. അപ്പോൾ ശ്രീജ ഫ്രണ്ട് ഡോർ അടയ്ക്കാൻ വേണ്ടി വന്നപ്പോൾ നമ്മുടെ വിക്രം അതായിരുന്നു സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രീജയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. ഒരു അനുജനാണല്ലോ, എന്താണാവോ അവൻ ഇത്രയും സങ്കടപ്പെടുന്നത്. അങ്ങനെ അവനോട് ചെന്ന് തൊട്ടു അവനെ വിളിച്ചു, എന്താണ് വിക്രമ നിനക്ക് പറ്റിയത്, എന്ത് പറ്റി? അപ്പോൾ വിക്രം അവിടെ ഉണ്ടായ കാര്യം പറയാണ്. ശ്രീജേട്ടത്തി, ഇന്ന് രാവിലെ ഞാൻ കോളേജിൽ പോയ സമയത്ത് ഒരു പെൺകുട്ടി ജസ്റ്റ് കടന്നു വരുന്നു. അപ്പോൾ ഒരു ഗ്യാങ് അവിടെ ഉണ്ട് കോളേജിൽ ക്യാമ്പസിൽ. മെയിനായിട്ടൊരു നൊട്ടോറിയൽസ് ക്രിമിനൽ എന്ന് തന്നെ പറയാം. 2-3 സസ്പെൻഷൻ കിട്ടിയിട്ടും പിന്നെ അവൻ ആ ഇതൊക്കെ പിൻവലിച്ച് വീണ്ടും കയറി, അങ്ങനെ പിടിപാടുള്ള ഒരുത്തനാണ്. അവനും കുറേ ഗ്യാങ്ങും ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ നിന്നപ്പോൾ ഒരു പെൺകുട്ടി കടന്നു വരുന്നത്. ആ പെൺകുട്ടി കഴിഞ്ഞ ദിവസം എന്തോ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് ഈ പറഞ്ഞവനെ കുറിച്ച് കുറച്ച് കംപ്ലൈൻറ്റുകൾ കൊടുത്തു. അതായത് മോശമായിട്ട് പെൺകുട്ടികളോട് പെരുമാറുമെന്നും ഇവിടെ സിഗരറ്റ് വലിക്കണമെന്നും എന്നൊക്കെയുള്ള ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു. അപ്പോൾ ഈ പെൺകുട്ടിയെ അവന്മാർ നോട്ട് ചെയ്ത് വെച്ചേക്കുന്നു. അപ്പോൾ ക്യാമ്പസിലൂടെ രാവിലെ അവിടെ ക്ലാസ്സിലോട്ട് നടന്നു വന്ന സമയത്ത് ഈ പെൺകുട്ടിയെ പിടിച്ച് നിർത്തി, മോശമായിട്ട് പരാതിപ്പെട്ട നിനക്ക് ഈ ക്യാമ്പസിൻ്റെ നടുവിൽ നിർത്തി തന്നെ മോശം എന്താണെന്ന് കാണിച്ചു തരാമെന്നും പറഞ്ഞ് ആ പെൺകുട്ടിയെ ഉമ്മ വെക്കാനായിട്ട് അയാൾ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ പെൺകുട്ടി കുറേയൊക്കെ കൊതറി മാറിയെങ്കിലും പിന്നെയും പിടിച്ച് നിർത്തുകയാണ്. അപ്പോൾ കൂടെ നിൽക്കുന്നവരൊക്കെ കൈയൊട്ടി പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ വിക്രം നോക്കിയപ്പോൾ ഈ ഒരു സംഭവം വിക്രമിൻ്റെ കണ്ണിൽപ്പെട്ട് വിക്രം ഓടി വരികയാണ്. വന്നിട്ട് അവൻ്റെ അടുത്ത് ആദ്യം നല്ല രീതിയിൽ, ക്ഷമിക്കണം സജു, നീ മാറ്, അതൊരു പാവം പെൺകുട്ടിയാണ്, നീ അവളെ ഒന്നും ചെയ്യല്ലേ, അവൾക്ക് വേണ്ടി ഞാൻ മാപ്പ് പറയാം എന്നൊക്കെ നമ്മുടെ വിക്രം കുറേ പറഞ്ഞു നോക്കി. ലാസ്റ്റ് നിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ പെൺകുട്ടീനെ പിടിച്ച് നിർത്തി അവൻ ഉമ്മ വയ്ക്കാനായിട്ടുള്ള ശ്രമം നടത്തിയപ്പോൾ പിന്നെ വിക്രം നോക്കി നിന്നില്ല. പിന്നെ അവിടെ പോരെ തല്ലായിരുന്നു, മൊത്തത്തിൽ തല്ലോട് തല്ലായിരുന്നു. അവസാനം അവനെ പിടിച്ചിട്ട് വിക്രം നന്നായിട്ട് കുടഞ്ഞ് താക്കീത് ചെയ്തു വിടുകയും ചെയ്തു. ഈ സംഭവം ഒരു പയ്യൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഫോണിൽ, അത് മാഷിന് ഇട്ട് കൊടുത്തതാണ് ഈ കണ്ടത്. അപ്പോൾ ശ്രീജ പറഞ്ഞു, നീ ചെയ്തത് തെറ്റല്ല, പക്ഷെ നിനക്ക് വേണമെങ്കിൽ അവിടെ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് പറഞ്ഞ് ആ കാര്യം അത് അങ്ങനെ ഒന്ന് ക്ലിയർ ചെയ്ത്. അപ്പോൾ വിക്രം പറഞ്ഞു, അങ്ങനെ പ്രിൻസിപ്പാളിനെ വിളിക്കാനുള്ള സിറ്റുവേഷനോ അതൊന്നും ആ സമയത്ത് ഇല്ലായിരുന്നു ശ്രീജ ഏട്ടത്തി. എനിക്ക് ആ കുട്ടിക്ക് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പ്രിൻസിപ്പലിനെ കൊണ്ടുവരുമ്പോൾ ആ കുട്ടീനെ അപമാനിച്ചിട്ടുണ്ടാവും എന്ന് തന്നെ വിക്രം പറഞ്ഞു. അപ്പം നമ്മുടെ ശ്രീജ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും വിക്രം, നാളെ രാവിലെ അച്ഛനോട് ഈ നടന്ന സംഭവങ്ങളെല്ലാം നീ പറഞ്ഞ് മനസ്സിലാക്കുക, നീ പറഞ്ഞ അച്ഛന് മനസ്സിലാവും. ആയിക്കോട്ടെ ശ്രീജേട്ടത്തി, ഞാൻ പറയാം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ വേദയും ശ്രീജയും കൂടെ ഈ കഥകളൊക്കെ പറഞ്ഞു വരികയാണല്ലോ. അപ്പോൾ എന്നിട്ട് വേദ ചോദിക്കുന്നുണ്ട് ശ്രീജയുടെ അടുത്ത്, എൻ്റെ അച്ഛനോട് പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രീജ പറഞ്ഞു, നേരെ അത് ആ ഒരു ദിവസം പിറ്റേന്ന് രാവിലെ അവനത് പറയാമെന്ന് കരുതിയിരുന്ന ദിവസം അവൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംഭവം ഉണ്ടായി വേദ എന്ന് പറയും. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, എന്താണ് ശ്രീജേട്ടത്തി? ഇതൊക്കെ സങ്കടത്തോടു കൂടെയാണ് വിക്രമിൻ്റെ ഓരോ അവസ്ഥകളും വേദ മനസ്സിലാക്കുന്നത്. എൻ്റെ ശ്രീജ പറഞ്ഞു, ഞാൻ രാവിലെ എഴുന്നേറ്റ് മുറ്റം അടിച്ചുകൊണ്ടിരുന്ന ടൈമിൽ കുറേ പിള്ളേർ ബൈക്കിൽ ഇങ്ങനെ വന്നു. എന്നിട്ട് വിക്രം ഇല്ലയെന്ന് ചോദിക്കുന്നു. അപ്പോൾ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ വിക്രം കുറേ പൈസ മേടിച്ചിട്ട് ഞങ്ങൾക്ക് കുറച്ച് മയക്കുമരുന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവൻ അതിൻ്റെ കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീജ ആകെ പേടിച്ചു. ശ്രീജ വിക്രം എന്ന് വിളിച്ച് വിക്രം പെട്ടെന്ന് പറഞ്ഞു, വന്നല്ലോ, എടാ നീ പൈസ തന്നിട്ട് മയക്കുമരുന്ന് തരാത്ത എന്തേ, അത് മേടിക്കാൻ വേണ്ടി വന്നത്, നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കല്ലേ, വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സീനാക്കല്ലേ എന്ന് വിക്രം പറയുന്നു. ആ പെൺകുട്ടിയോട് അന്നേരം മോശം
മോശമായിട്ട് പെരുമാറിയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് അങ്ങനെ പെരുമാറിയത്, അല്ലാണ്ട് വേറൊന്നുമല്ല, എന്നോട് ക്ഷമിക്കുക പറഞ്ഞു. നിന്നോട് അല്ലേ, നീ ഈ നിൽക്കുന്ന ആരാ, നിൻ്റെ ജ്യേഷ്ഠത്തിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അവളോടത്ത് ഞാനൊന്ന് റാഗിങ് ചെയ്തോട്ടെ, നീ കണ്ടു നോക്കുമെന്നും പറഞ്ഞ് ആ ശ്രീജയുടെ നേരെ അങ്ങോട്ട് മാറുകയാണ്. ഇത് കണ്ടപ്പോൾ പിന്നെ വിക്രം നോക്കി നിൽക്കാൻ പറ്റുമോ, വിക്രം പിടിച്ച് തള്ളി അവന്. അതോടുകൂടി എല്ലാവരും കൂടെ പോത്തര വിക്രമിനെ എടുത്തിട്ട് തള്ളിയാണ്. വിക്രം അടി മൊത്തം കൊണ്ടുകൊണ്ടിരിക്കുക, കാരണം ഇത്രയും പേര് ഒരുമിച്ച് വരെയല്ലേ, അവരിതുമില്ല. അപ്പോൾ ശ്രീജ കിടന്ന് നിലവിളിക്കാനുണ്ടപ്പോൾ കമലയും മാഷും കൂടെ എവിടെ നിന്നോ ഓടി വന്നിട്ട് വിട് എന്ന് പറഞ്ഞിട്ട് അവരും മാക്സിമം തടഞ്ഞു മാറ്റുന്നുണ്ട്, പറ്റിയില്ല. അപ്പോഴും വിക്രമിന് നല്ലപോലെ ഇടി കിട്ടുന്നുണ്ട്. എല്ലാവരും കരച്ചിലും ബഹളമായിരുന്നു അവിടെ. അവന്മാർ പൂര തല്ലാണ് വിക്രമിനായിട്ട്. ആ സമയം അതിലൊരുത്തൻ ഒരു ഇരുമ്പ് വടിയെടുത്ത് നമ്മുടെ മാഷിൻ്റെ തലയ്ക്ക് പുറകിൽ ഒരൊറ്റ അടി കൊടുക്കുകയാണ്. തല പൊട്ടി മാഷ് നിലത്ത് വീഴാണ്, ബ്ലഡിൻ്റെ കളിയാവാണ്. ഇത് കണ്ടിട്ട് വിക്രം സഹിച്ചില്ല. വിക്രം വേറെ ഒന്നും നോക്കില്ല, കൈ കിട്ടിയത് വെച്ച് അവന്മാരെ പോതിരി അങ്ങ് തല്ലി അവന്മാർ അവസാനം ജീവനും കൊണ്ട് ഓടുന്ന അവസ്ഥയിലെത്തി ഓടി. അത് കഴിഞ്ഞ് വിക്രം പേടിച്ച് വിറച്ച് അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് അച്ഛൻ ബ്ലഡ് എന്ന് പറഞ്ഞിട്ട് നീ എന്നെ തൊട്ട് പോകരുത്, കണ്ടില്ലേ കമല നിൻ്റെ മകൻ്റെ പ്രകടനങ്ങൾ, ഒരു ഗുണ്ടയുടെ പരിശീലനമാണ് നമ്മുടെ മോൻ കോളേജിൽ പോയി പഠിച്ചുകൊണ്ടിരിക്കുന്നത്, കണ്ടില്ലേ, നീ എന്നെ തൊടണ്ട, നീ എന്നെ വിടെന്നും പറഞ്ഞിട്ട് മാഷ് വിക്രമിനെ തള്ളി മാറ്റിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. കമലയാണെങ്കിൽ ശ്രീജയും ഒരേ കരച്ചിലും. ഇതൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന്, ശ്രീജയ്ക്കാണെങ്കിൽ നിയന്ത്രണം കാര്യം പാവം വിക്രം ആ തറയിലിരുന്ന് ആ മുറ്റത്തിരുന്ന് വാവിട്ട് കരയാണ്. ശ്രീജയ്ക്ക് ചങ്ക് പൊട്ടുന്ന വേദനയാണ്, എന്ത് ചെയ്യാനാണ്. അച്ഛൻ ഒരു വശത്ത്, വിക്രം ഒരു വശത്ത്, ആകെ ഒരു സീനായി. അന്ന് വിക്രം അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് പോയി. രാത്രിയായിട്ടും കണ്ടില്ല, പിറ്റേന്നായിട്ടും കണ്ടില്ല. ആരും പോയി അന്വേഷിക്കേണ്ടെന്ന് അച്ഛൻ്റെ ഓർഡറും വന്നിട്ടുണ്ട്. എങ്കിലും ഞാൻ വിശ്വേട്ടനെ വിട്ട് ഞാൻ തിരക്കിപ്പിച്ചു. അപ്പോഴാണ് അറിഞ്ഞത് അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഹോസ്റ്റലിൽ അവൻ അവിടെ ഉണ്ട്, റൂമിലുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരു സമാധാനമായി. പിന്നെ അങ്ങനെ വിശ്വേട്ടൻ പോയി വിക്രമിനെ ഇങ്ങ് കൂട്ടിക്കൊണ്ടു വന്നിട്ട് വിക്രം എല്ലാം ക്ഷമിച്ച് വീണ്ടും കോളേജിലോട്ട് പോകാൻ തുടങ്ങിയ ആ ഒരു ദിവസം, ആ സമയത്താണ് നമ്മുടെ ഈ ഇടി ഉണ്ടാക്കിയ പയ്യന്മാർ പിന്നെയും വീണ്ടും വിക്രമിൻ്റെ നേരെ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 1-2 പോലീസ് കേസുകൾ വരെ ജാമ്യമൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഒരു പ്രാവശ്യം ഒരു മിന്നൽ പരിശോധന കോളേജിൽ വന്നു. ആ വന്ന സമയത്ത് നമ്മുടെ വിക്രമിൻ്റെയും ബാഗ് എല്ലാം പരിശോധിക്കുന്ന സമയത്ത് ആരോ ഒറ്റ കൊടുത്തതാണ്. യവന്മാർ ഈ എതിർ ടീമുകൾ എന്തോ കഞ്ചാവ് പോലുള്ള സാധനം വിക്രമിൻ്റെ ബാഗിൽ വെച്ചിട്ട് ഇങ്ങനെ പോലീസിന് ഇൻഫർമേഷൻ കൊടുത്ത് പോലീസ് ചെക്കിങ്ങിന് വന്ന സമയമാണ്. ആ സമയത്ത് ഇങ്ങനെ വിക്രമിൻ്റെ ബാഗിൽ നിന്ന് ഈ കഞ്ചാവ് പിടിച്ചെടുക്കുകയുണ്ടായി. പിന്നെ കഞ്ചാവ് പിടിച്ചെടുത്ത ജാമ്യമില്ല കേസാണല്ലോ. അങ്ങനെ നമ്മുടെ വിക്രമിനെ പോലീസ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ മാഷ് എന്ത് ചെയ്ത സ്റ്റേഷനിൽ പോകില്ല, കാര്യം അവിടുത്തെ SI മാഷിന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഈ ചെയ്ത തെറ്റിനെ മാഷ് ഒരിക്കലും ഒരാളുടെ കാലും പിടിക്കാൻ പോവില്ല എന്ന് പറഞ്ഞു. അവസാനം കമല വീട്ടിൽ കിടന്ന് മതിയായ സങ്കടവും കരച്ചിലും ബഹളവും ആയപ്പോൾ പിന്നെ നിവർത്തിയില്ലാണ്ട് മാഷ് കമല പറഞ്ഞ അനുസരിച്ചിട്ട്, ശ്രീജയും കമലയും ഒപ്പം പറയാണ്, അവർ പറഞ്ഞ അനുസരിച്ചിട്ട് സ്റ്റേഷനിൽ പോയി SIയെ കണ്ടു. അപ്പോൾ SI പറഞ്ഞു, മാഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ ചെയ്തു തരാമായിരുന്നു, പക്ഷേ സ്റ്റേഷൻ ജാമ്യം കൊടുക്കാൻ പറ്റാത്ത കേസാണ് ഈ കഞ്ചാവ് കേസ്, അതുകൊണ്ട് എനിക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് കോടതിയിലെത്തുമ്പോൾ റിമാൻഡ് ചെയ്യുക, അന്നേരം നിങ്ങൾക്ക് ജാമ്യം എടുക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ മാഷി ഇതൊക്കെ കേട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ കമല നോക്കി നിൽക്കുകയാണ്. എന്തേ മാഷി, എൻ്റെ വിക്രം എന്തേ, ജാമ്യം കിട്ടില്ല എന്ന് സ്റ്റേഷനിൽ ചെന്നപ്പോൾ SI പറഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ ഈ മയക്കുമരുന്ന് കേസ് എന്നൊക്കെ പറയുന്നത് ജാമ്യമില്ല വകുപ്പാണ്, അതിന് സ്റ്റേഷൻ ജാമ്യമൊന്നും പറ്റില്ല, കോടതിയിൽ വന്ന് റിമാൻഡിലായാലേ നമുക്ക് ജാമ്യം എടുക്കാൻ പറ്റുള്ളൂ എന്ന് മാഷി പറഞ്ഞു. ഇനി ഒന്നും ചെയ്യാനില്ല, ചങ്ക് പൊട്ടിക്കൊണ്ടാണ് മാഷി അത് പറഞ്ഞത്. നമ്മുടെ മോൻ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കാശ് കൊടുത്ത് കോളേജിൽ പഠിക്കാൻ വിട്ടിട്ട് അവൻ ഗുണ്ടാ വിളയാട്ടവും മയക്കുമരുന്നിൻ്റെയും അടിമപ്പെട്ടു. ചീത്തയാകണമെന്നൊരു കുട്ടി വിചാരിച്ചു കഴിഞ്ഞാൽ ചീത്തയാകും കമലം, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഒന്ന് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ, അറിയാവുന്ന ഈശ്വരങ്ങളെ എല്ലാം വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, അവൻ്റെ മനസ്സ് മാറി നല്ല രീതിയിലായി അവനൊരു ജാമ്യം കിട്ടി നല്ലൊരു ജീവിതത്തിലോട്ട് വരണേ എന്ന്. അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വേദ ചോദിച്ചു, എന്നിട്ട് എന്തായി ശ്രീജേട്ടത്തെ? അപ്പോൾ ശ്രീജ പറഞ്ഞു, അതൊക്കെ എല്ലാം കഴിഞ്ഞ് ഞാനും അമ്മയും കൂടെ വിക്രമിനോട് പറഞ്ഞു, വർഷം പോയാലും കുഴപ്പമില്ല വിക്രം, നമുക്ക് വേറൊരു കോളേജിലോട്ട് മാറാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ വിക്രം എന്ത് ചെയ്താൽ സമ്മതിച്ചില്ല, അതേ കോളേജിൽ തന്നെ പരീക്ഷ എഴുതണമെന്നും മറ്റു എതിർ ടീം നിന്നെ ഇവിടെ പരീക്ഷ എഴുതിപ്പിക്കില്ല എന്നും എതിർ ടീം. അപ്പോൾ ഈ ഒരു കേസിന് വേണ്ടിയിട്ട് മാഷ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പോലീസുകാരെയും കൂട്ടിക്കൊണ്ട് വരികയാണ്. അതായത് വിക്രമിന് പിന്നെ പരീക്ഷ എഴുതാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുള്ള എതിർ ടീമിനെതിരെ നടപടി എടുക്കണമെന്ന്
എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോളേജിൽ വരണം. അപ്പം പോലീസ് വണ്ടി അകത്ത് കയറിയില്ല, മാഷ് മാത്രമേ ഇറങ്ങിപ്പോയി പ്രിൻസിപ്പലിനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. അപ്പം പ്രിൻസിപ്പലിനാണെങ്കിലും വിക്രമിനെ കുറിച്ച് ഒരു യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് വരെ പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റുഡൻ്റാണ്. അവൻ്റെ കഴിഞ്ഞ വർഷത്തെ വരെ പേപ്പർ മാർക്ക് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല മാർക്കാണ് അവൻ നേടിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു രീതിയിൽ എങ്ങനെയാണ് മാഷ് ആയത്? അപ്പം മാഷ് പറയുന്നുണ്ട്, അവൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റിലോട്ടും ചെയ്തതല്ല, ന്യായത്തിന് വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷെ അത് അവൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു എന്ന് ഇങ്ങനെ മാഷ് പറയുന്നുണ്ട്. അപ്പോൾ ഈ എതിർ ടീമായി നിൽക്കുന്ന പയ്യനെക്കുറിച്ച് പ്രിൻസിപ്പലിന് അറിയാം. പ്രിൻസിപ്പൾ പറയുന്നുണ്ട്, അവനെ പല പ്രാവശ്യവും ഈ ഇവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തതാണ്, എന്നിട്ടും പിന്നെയും ക്യാമ്പസിൽ കയറി വീണ്ടും വിളയാടുന്നതാണ്. നമുക്കും മേലെയുള്ള പല കൈകളുണ്ടല്ലോ മാഷേ, നമുക്ക് അതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് നമ്മുടെ വേദ വിക്രമിനെ കുറിച്ച് ഓരോ നിമിഷത്തിലെയും കഥകൾ കേട്ട് ഒരുപാട് വിഷമിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ താൻ സ്നേഹിച്ച് മനസ്സിലാക്കി കൊണ്ടിരുന്ന വിക്രമിന് ഇങ്ങനെയും ഒരവസ്ഥ ഉണ്ടായിരുന്നു. വിക്രമിൻ്റെ അവസാന വർഷ പഠന സമയമാണ്. ഒരു വർഷം കൂടെ കഴിഞ്ഞ് വിക്രം ആ ഒരു ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ശ്രീജയും വേദയും ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ് ഈ ഒരു എപ്പിസോഡിൽ പറയുന്നത്. അപ്പോൾ ഈ എപ്പിസോഡിലെ ഇൻട്രോ ഇത്രമാത്രമാണ്. അടുത്ത വരും ദിവസങ്ങളിൽ ഓരോ പ്രൊമോ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും. അപ്പോൾ നമ്മുടെ സുമി മുഫാസ് ടെസ്റ്റി കിച്ചണിലെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന്, നമ്മുടെ ഈ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് അതിനോടൊപ്പം ഹൈപ്പൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.